നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയിൽ നടപ്പാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ മുൻ ചെയർമാൻ ജി മാധവൻ നായർ ISROയുടെ റോക്കറ്റുകൾ പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെയാണ് ജി മാധവൻ നായർ തുറന്നെതിർക്കുന്നത്. സ്വകാര്യ കമ്പനികളെയും അതുപോലെ തന്നെ ISROയെയും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്നും വിക്ഷേപണ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ഉപഗ്രഹങ്ങൾ വിക്ഷേപണ സൗകര്യങ്ങൾ വിക്ഷേപണത്തറ പോലെയുള്ള വിക്ഷേപണ കേന്ദ്രങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് നല്ലതിനല്ല എന്നുമാണ് ജി മാധവൻ നായർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിശക്തമായി തന്നെ ISROയിൽ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രണ്ട് വിക്ഷേപണങ്ങൾ തമ്മിൽ 8 മാസത്തെ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ടെന്നും മാത്രമല്ല 2 പരാജയത്തിൻ്റെ പേരിൽ ബഹിരാകാശ ഏജൻസിയായ ISROയെ ഇങ്ങനെ പഴിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. മാത്രമല്ല അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ഈ ISROയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെ പേരിൽ ISROയെ സ്വകാര്യവൽക്കരിക്കാനും ISROയെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള പദ്ധതിയെയാണ് ഇപ്പോൾ അദ്ദേഹം എതിർക്കുന്നത്. പഴയ പോലെ തന്നെ വിക്ഷേപണ വാഹനങ്ങളും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുമെല്ലാം നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയായി ISRO തുടരണം എന്നാണ് ഇപ്പോൾ ജി മാധവൻ നായർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ISROയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ പരിഷ്കാരങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. അതിലാദ്യമായിട്ടാണ് ഒരു മുൻ ചെയർമാൻ ഇത്തരത്തിൽ ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ISROയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ISRO ഇനി ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയോ അതോടൊപ്പം തന്നെ വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യില്ല. ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. പുതിയ സാങ്കേതിക വിദ്യ കണ്ടെത്തുക, ഗവേഷണം നടത്തുക, ഇതൊക്കെയായിരിക്കും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ഭാവി പരിപാടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഇതൊരു പ്രഖ്യാപനം മാത്രമല്ല, ഏതാണ്ട് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന വാഹനമായ SSLVയുടെ സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ ISRO പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും അഭിമാന റോക്കറ്റായ PSLVയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റായ LVM-3 ഇത് രണ്ടിൻ്റെയും സാങ്കേതിക വിദ്യ ഉടൻ തന്നെ ISRO മറ്റ് ഏജൻസികൾക്ക് കൈമാറും. ഈ 2 റോക്കറ്റുകളുടെയും സാങ്കേതിക വിദ്യ ഒരു കാരണവശാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൈമാറില്ല, മറിച്ചത് സ്വകാര്യ കമ്പനികൾക്കായിരിക്കും കൈമാറുക. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കാനായി ഒട്ടനവധി ബഹിരാകാശ കമ്പനികൾ ഇതിനോടകം തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി അവസരം നൽകുക, രാജ്യത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ ഇന്ത്യയിൽ തന്നെ നിർത്തുക, ഒട്ടനവധി ആളുകൾക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കുക, രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതിയെ ലക്ഷ്യമിടുന്ന രാജ്യവിരുദ്ധ ശക്തികളെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതനുസരിച്ച് ബഹിരാകാശ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഇതൊക്കെയായിരിക്കും ഇനി ISRO നിർമ്മിക്കുക. ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ഇത്തരത്തിലുള്ള ഏതാണ്ട് നിരവധി സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ വിവിധ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ISRO കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ വകുപ്പ് നിലവിൽ നിരവധി ഉപഗ്രഹങ്ങൾ 30-ലേറെ ഉപഗ്രഹങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിക്കാനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും റോക്കറ്റുകൾ ഇനി ISRO നിർമ്മിക്കുന്നില്ലെങ്കിലും നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള 21 ഉപഗ്രഹങ്ങൾ കൂടി ISRO നിർമ്മിക്കും. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും രാജ്യത്തിൻ്റെ ബഹിരാകാശ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏജൻസിയായി ISRO മാറുകയും സ്വകാര്യ രംഗത്ത് വൻകിട കമ്പനികൾ വരികയും സ്വകാര്യ മേഖലയിൽ ഇന്ത്യൻ ബഹിരാകാശ മേഖല കുതിക്കുകയും ചെയ്യും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ നേട്ടമായി അധികാരികൾ എടുത്തു പറയുന്നത്. പക്ഷേ ഇതിനെയാണ് മുൻ ചെയർമാൻ ജി മാധവൻ നായർ എതിർക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ശരിയാണ്, ISROയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ചില പരിഷ്കാരങ്ങളാണ് വേണ്ടത്. അല്ലാത്ത ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പാടില്ല എന്നാണ്
ഇപ്പോൾ ISRO മുൻ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് 8 മാസത്തെ ഇടവേള ഉണ്ടായതിൽ അദ്ദേഹം ദുരൂഹത ആരോപിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ISROയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് വായുവിൽ തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം ISROയുടെ 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ 2025-ലും 2026 ജനുവരിയിലും നടന്ന ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ പരാജയപ്പെട്ടിരുന്നു. PSLV 61, 62 ഈ 2 ദൗത്യങ്ങളാണ് പരാജയപ്പെട്ടത്. 2 ഉപഗ്രഹങ്ങൾ 2 റോക്കറ്റുകളിലും പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉപഗ്രഹങ്ങൾ ഈ ദൗത്യം പരാജയപ്പെട്ട് കടലിൽ പോയതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ അട്ടിമറി ശ്രമമാണോ എന്നതാണ് രാജ്യം സംശയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായി ഈ മിഷൻ ഫെയിലുവേഴ്സ് എല്ലാം പരിശോധിക്കുന്നത് ISROയുടെ തന്നെ ഒരു ആന്തരിക സമിതിയായിരിക്കും. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ISROയ്ക്ക് പുറത്തുള്ള ഒരു സമിതി ഈ 2 മിഷൻ ഫെയിലുവറുകളും അന്വേഷിച്ചു. എന്തിനേറെ പറയുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം ISRO കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയാണ് പ്രാഥമികമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന് ശേഷമാണ് ശാസ്ത്രീയവും വിശദവുമായ ഒരു വലിയ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഇതുവരെയുള്ള സമയത്ത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നത് വരെ പുതിയ ദൗത്യങ്ങളൊന്നും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതാണ് ഈ 8 മാസത്തെ ഇടവേളയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ നഷ്ടം വരുത്തിവെച്ച ആ പരാജയങ്ങൾ, അതിൻ്റെ ഉത്തരവാദി ആര് എന്ന് രാജ്യം കണ്ടെത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സമ്പൂർണ്ണമായ പൊളിച്ചെഴുത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ISRO കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ISROയുടെ ദൗത്യങ്ങളിലേക്ക് സ്വകാര്യ മേഖലയുടെ വരവുണ്ടാകുന്നത്. ബഹിരാകാശ മേഖലയിൽ നിർണായകമായ സ്ഥാനം സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ ISROയിൽ നിന്നും നിരവധി ശാസ്ത്രജ്ഞന്മാർ രാജിവെച്ച് സ്വകാര്യ കമ്പനികളിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ISROയിൽ നിന്നും ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതിരിക്കാനായി ഈ VRSും മറ്റും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാതെ VRS കൊടുക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് സ്വകാര്യ മേഖലയുടെ വരവറിയിച്ചുകൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനത്തെയാണ് G മാധവൻ നായർ എതിർക്കുന്നത്. ഇതോടുകൂടി ISROയുടെ ഈ പരിഷ്കാരങ്ങളെ എതിർക്കുന്ന ആദ്യ മുൻ ചെയർമാനായി G മാധവൻ നായർ മാറുകയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ISROയിൽ നിന്ന് വിരമിച്ച ശേഷം G മാധവൻ നായർ ഹിന്ദുത്വ സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. RSSുമായും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായും BJPയുമായിട്ടുമൊക്കെ യോജിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ് G മാധവൻ നായർ. അദ്ദേഹമാണ് ഇപ്പോൾ BJP സർക്കാരിന് കീഴിലുള്ള ഈ പരിഷ്കാരത്തെ അങ്ങേയറ്റം നിശിതമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.